Welcome children to the new section, Law of Conservation of Momentum. What is law of conservation of momentum? We have seen about momentum, is it? Momentum is the product of mass and velocity. So along with that, we have learned the three laws of motion. And in the absence of an external force, what happens to the momentum of the system? The total momentum of the system will be a constant. That is law of conservation of momentum. That is, in the absence of an external force, the total momentum of the system is a constant. Law of conservation of momentum prove ചെയ്യാൻ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. Two bodies are here. ആദ്യത്തെ ബോഡിയുടെ മാസ് m1 moving with a velocity, initial velocity u1. Then second body of mass m2 and it is moving with initial velocity u2. കൊളിഷന് മുമ്പുള്ള കാര്യം പറഞ്ഞു. കൊളിഷന് ശേഷം ആ ഫസ്റ്റ് ബോഡി u1 എന്ന വെലോസിറ്റി എന്തായി മാറി? v1ഉം u2 എന്ന വെലോസിറ്റി v2 ആയിട്ട് മാറി അല്ലേ? അപ്പൊ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ആൻഡ് വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ബിഫോർ കൊളിഷൻ എന്തായിരിക്കും? m1 u1 മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. അപ്പം ബിഫോർ കൊളിഷൻ ഈ രണ്ടുപേരുടെയും ഇനീഷ്യൽ വെലോസിറ്റിയും മാസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സം എടുക്കുകയാണ്. m1 u1 പ്ലസ് m2 u2 അതാണ് ബിഫോർ കൊളിഷൻ. അതിന്റെ അതാണ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ. ആഫ്റ്റർ കൊളിഷൻ എന്തുവാകും? ആഫ്റ്റർ കൊളിഷൻ യുന് പകരം v1 ആക്കുക, u2 പകരം v2 ആക്കുക. സോ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ വിൽ ബി m1 v1 പ്ലസ് m2 v2. അപ്പൊ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് when the force is acting on the two bodies during the time of collision, a force is acting between the two bodies. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച് ഏത് വെച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റും? സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ച് അറിയാൻ പറ്റും. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്തോ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോഴ്സ് അപ്ലൈഡ് അല്ലേ? അപ്പൊ ഇവിടെ ടു ബോഡീസ് ആർ ഹിയർ. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ, ദാറ്റ് ഇസ് ഫസ്റ്റ് ബോഡി, എന്തുവായിരിക്കും? അത് ഫസ്റ്റ് ബോഡിയുടെ ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് എന്തുവാ? m1 u1 ഉം ഫൈനൽ മൊമെന്റം എന്തുവാ? m1 v1. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ത് വരും? m1 v1 മൈനസ് m1 u1 ഡിവൈഡഡ് ബൈ t. ഇസ് ഇറ്റ്? അതേപോലെ സെക്കൻഡ് ബോഡിയുടെയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തായിരിക്കും? സെക്കൻഡ് ബോഡിയുടെ മാസ് m2, ഫൈനൽ വെലോസിറ്റി v2, ഇനിഷ്യൽ വെലോസിറ്റി u2. അപ്പൊ നമുക്ക് എന്താ പറയാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് b അല്ലെ? ദാറ്റ് ഈസ് m2 v2 മൈനസ് m2 u2 ഡിവൈഡഡ് ബൈ ടൈം. യെസ്, അക്കോർഡിംഗ് ടു തേർഡ് ലോ ഓഫ് മോഷൻ എന്തുവാ? എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ ഫോഴ്സ് ഇസ് അപ്ലൈഡ് by the first body to the second body. സെക്കൻഡ് ബോഡി അതേപോലെ റിയാക്ഷൻ നടന്നിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അത് ഓപ്പോസിറ്റ് ആണെന്ന് അറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തോ വരും? ഫോഴ്സ് എക്സേർട്ടഡ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ഫോഴ്സ് അപ്ലൈഡ്. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എക്സേർട്ടഡ് ബൈ എ എന്തോ വരും? m1 v1 മൈനസ് m1 u1 ബൈ t. അപ്പം ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ is what? m2 v2 minus m2 u2 divided by time. But it is the opposite force. അതുകൊണ്ട് നമ്മൾ ആ നെഗറ്റീവ് സൈൻ ഇവിടെ കൊടുക്കുന്നു അല്ലെ? അപ്പൊ ആ രണ്ട് സൈഡിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ t കോമൺ ആണ്, ക്യാൻസൽ ആയി പോകും. ബാക്കി ബ്രാക്കറ്റ് നമ്മൾ ഇല്ലാതാക്കുന്നു. m1 v1 മൈനസ് m1 u1 ഇസ് ഈക്വൽ ടു, ബ്രാക്കറ്റ് മാറുമ്പോൾ മൈനസ് m2 v2 മൈനസും മൈനസും പ്ലസ് പ്ലസ് m2 u2 അല്ലെ? ഇനി നമുക്ക് v എല്ലാം ഒരു സൈഡിലോട്ട് u എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റാം. അപ്പൊ എന്താ വരും? m1 v1 പ്ലസ് m2 v2 ഈക്വൽസ് m1 എന്താ വരും? u1 പ്ലസ് m2 u2. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ ആദ്യം മുമ്പേ കണ്ടല്ലോ, ബിഫോർ കൊളിഷൻ എന്തോ ആയിരുന്നു, ആഫ്റ്റർ കൊളിഷൻ എന്തോ ആയിരുന്നു അല്ലെ? ബിഫോർ കൊളിഷൻ എന്തോ ആയിരുന്നു? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ എന്തോ ആയിരുന്നു അല്ലെ? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു m1 u1 പ്ലസ് m2
u2. അത് എന്തായിട്ട് മാറി? It is equal to what? The total momentum after collision m1 v1 plus m2 v2. Thus, എന്താണ് law of conservation of momentum? If no external forces applied, total momentum of the system is a constant. ഇവിടെ നോക്കിക്കേ, ഇനിഷ്യൽ ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും സെയിം തന്നെയാണ് അല്ലേ? ബിക്കോസ് നോ ഫോഴ്സസ്, external forces applied here. നമ്മൾ കഴിഞ്ഞ കണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നമുക്ക് ഈ ഗണ്ണിന്റെ കേസിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഗണ്ണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഫയറിംഗ് എ ബുള്ളറ്റ്, ഇസ് ഇറ്റ്? ആദ്യമേ ഈ ബുള്ളറ്റും ഈ ഗണ്ണും റെസ്റ്റിലാണ്. അപ്പം ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും ഗണ്ണ് മൂവ് ചെയ്യുവാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ക്യാപിറ്റൽ വിയും ബുള്ളറ്റിന്റെ മാസ് ചെറിയ എമ്മും ബുള്ളറ്റിന്റെ വെലോസിറ്റി ചെറിയ വിയും അല്ലേ ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് ഇവിടെ ബിഫോർ ഫയറിംഗ്, ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഗണ്ണും ബുള്ളറ്റും റെസ്റ്റിലാണ്. അവർക്ക് രണ്ടുപേരും റെസ്റ്റിലായതുകൊണ്ട് വെലോസിറ്റി 0 അല്ലേ? അപ്പോൾ അതിന്റെ വെലോസിറ്റി ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് എന്തുവാ? മാസ് ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി രണ്ടുപേരുടെയും 0 ആയതുകൊണ്ട് ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് രണ്ടുപേരുടെയും 0 ആയിരിക്കും അല്ലേ? ആഫ്റ്റർ ഫയറിംഗ് രണ്ടുപേർക്കും വെലോസിറ്റി, ദാറ്റ് ഈസ് ബുള്ളറ്റ്, നമ്മൾ തേർഡ് ലോ ഓഫ് മോഷനിൽ കണ്ടതാ. As the bullet is moving, it will be acting, producing a reaction on the gun. So the gun will be moving backward. So let's see what is the velocity of the gun as it move backward. അതായത് റീകോയിലിംഗ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. അപ്പൊ എന്തോ വരും? ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഗണ്ണിന്റെ മാസ്, ക്യാപിറ്റൽ വി വെലോസിറ്റി ഓഫ് ദി ഗൺ, ബുള്ളറ്റ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന വെലോസിറ്റി, പ്ലസ് ആഫ്റ്റർ ഫയറിംഗ് നമ്മൾ കാണുന്നത് ബുള്ളറ്റിന്റെ മാസ് ചെറിയ എം, അതിന്റെ വെലോസിറ്റി ചെറിയ വി. അപ്പൊ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എം വി പ്ലസ് സ്മോൾ എം വി അല്ലെ? അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താ? ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് will be equal to total momentum after firing. Before firing ഇവിടെ എന്തുവാ? 0. That is, അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. എം വി പ്ലസ് സ്മോൾ എം വി ഈക്വൽസ് 0. അപ്പൊ 0 ആയതുകൊണ്ട് എം വിയെ നമ്മൾ അപ്പുറത്തെ ഈക്വൽ സൈനിന്റെ അപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് വരും? പ്ലസ് സിമ്പിൾ ഈക്വലിന് അപ്പുറം വരുമ്പോൾ മൈനസ് ആയി മാറും. Therefore എം വി is equal to മൈനസ് എം വി. Capital V, that is velocity of the gun produced by the motion of the bullet is equal to minus mv. ആ v എന്തുവാ? velocity of the bullet ആണ്, by capital M, that is mass of the gun. അപ്പോൾ recoil velocity of the gun can be taken, ആ ഇക്വേഷനെ നമ്മൾ ഡിറൈവ് ചെയ്തു. v is equal to minus mv by m. അപ്പം മൈനസ് എം വി എന്ന് പറയുന്നത് ചെറിയ എമ്മും ചെറിയ വിയും, വെലോസിറ്റി ഓഫ് ദി bullet and the mass of the bullet by capital M mass of the gun. ഈ നെഗറ്റീവ് സൈൻ എന്താ? നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് എന്തുവാ? The gun is not moving in the same direction of force applied, it is moving in the opposite direction of the motion of the bullet. അപ്പോൾ ഈ റീകോയിൽ വെലോസിറ്റി വെച്ച് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കാണും. കുറെ എക്സാമ്പിൾസ് ആണിത്. ഈ എക്സാമ്പിൾസിനെല്ലാം ഒരു സെയിം പ്രോപ്പർട്ടി ഉണ്ട്. മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ. പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും കറങ്ങുന്നു അല്ലെ? അതിന്റെ മോഷൻ ഓഫ് ദി ബ്ലേഡ്സ് ഓഫ് ദി ഫാൻ. അറിയാലോ, ഏത് ഫാനും ആകാം, സീലിംഗ് ഫാനോ ടേബിൾ ഫാൻ, അതിന്റെ ബ്ലേഡിന്റെ മോഷൻ ഏത് മോഷനാണ്. ദെൻ മോഷൻ ഓഫ് ദി മഡ് സ്റ്റിക്ഡ് ടു ദ ടയർ ഓഫ് ദ വീൽ. അപ്പോൾ ഈ വണ്ടിയുടെ ടയറയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഏതാ? മഡ്, ചെളി. ആ ചെളിയുടെ മൂവ്മെന്റ് നമുക്ക് വേണ്ടത്. വേർലിംഗ് ഓഫ് എ സ്റ്റോൺ ടൈഡ് ടു എ സ്ട്രിങ്. ദെൻ മോഷൻ ഓഫ് ദ ടിപ്പ് ഓഫ് എ സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. സെക്കൻഡ് ഹാൻഡ് ഏത് ക്ലോക്കിന്റെയും സെക്കൻഡ് സൂചിയുടെ ടിപ്പ്, അതിന്റെ മോഷൻ, ടിപ്പിലുണ്ടാകുന്ന ടിപ്പ് കറങ്ങുന്ന മോഷൻ. അപ്പൊ ഈ ഇത്രയും ഈ എക്സാമ്പിൾ എല്ലാം, ഇതുപോലെ ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്. ഈ ഉള്ള എല്ലാ എക്സാമ്പിളും കാണിക്കുന്നത് ഏത് മോഷനാണ്? സർക്കുലർ മോഷൻ.
ഒരു ബോഡി സർക്കുലർ മൂവ്മെന്റ് നടത്തുന്നതാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഷനെ നമ്മൾ എന്തോ പറയും? സർക്കുലർ മോഷൻ. ദാറ്റ് ഈസ് മോഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് along a circular path. അതിനെ എന്തോ പറയും? സർക്കുലർ മോഷൻ. അപ്പം സർക്കുലർ മോഷൻ തന്നെ കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുവാണെങ്കിൽ, ഇഫ് എ ബോഡി ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ഇൻ എ സർക്കുലർ പാത്ത്, ആ മോഷൻ നമ്മൾ പറയുന്നതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ഈ യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താ? The body travels equal distance along the circular path in equal intervals of time. സർക്കുലർ പാത്ത് അല്ല എങ്കിൽ അതെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ആ മോഷൻ നമ്മൾ വേറൊരു പേരിലാണ് നമ്മൾ പഠിച്ചത്. എന്തുവാ? യൂണിഫോം ലീനിയർ മോഷൻ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ. ഇത് സർക്കുലർ പാത്തിൽ പോകുന്നത് കൊണ്ട് അതിനെ നമ്മൾ എന്തോ പറയും? യൂണിഫോം സർക്കുലർ മോഷൻ. പിന്നെ യൂണിഫോം സർക്കുലർ മോഷൻ ആയതുകൊണ്ട് അതിന്റെ സ്പീഡ് എന്തോ ആയിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ഈ മൂവിങ് ബോഡി ഏത് പൊസിഷനിൽ വെച്ച് പൊട്ടിയാലും, നമ്മുടെ ഒരു കല്ലെടുത്ത് കയറി കെട്ടി ഒന്ന് വേൾ ചെയ്യാൻ ചുറ്റിയാൽ ആ കല്ല് സർക്കുലർ മോഷനിൽ പോകുന്ന കല്ല. ഏതെങ്കിലും സ്പോട്ടിൽ വെച്ച് കല്ല് ആ കയറിന്ന് വിട്ടുപോയാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഗോ ഔട്ട്സൈഡ് ദ സർക്കുലർ പാത്ത്. അത് ഒരേ ഡയറക്ഷൻ, ഒരു സ്ഥലത്തൂടെ തന്നെ ഇത് പൊട്ടി പോകത്തോളൂ? അല്ല, അത് എവിടെ വെച്ച് പൊട്ടുന്നോ അവിടെ വെച്ച് അതിന്റെ ഡയറക്ഷൻ മാറും, അല്ലെ? അപ്പോൾ അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ആ ബോഡിയുടെ ഡയറക്ഷൻ വ്യത്യാസമാണ്. ഡയറക്ഷൻ വ്യത്യാസം വരുന്നത് കൊണ്ട് ആ ബോഡിയുടെ വെലോസിറ്റി എന്തോ ആയിരിക്കും? വേരിയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ യൂണിഫോം ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? ഇറ്റ് വിൽ ബി ചേഞ്ചിങ്. ദെൻ ഈ ബോഡി വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഈ ബോഡിയുടെ മോഷന് എന്തുണ്ടായിരിക്കും? ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ബോഡിയുടെ യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ പ്രത്യേകത എന്തുവാ? ദേ വിൽ ബി ഹാവിംഗ് യൂണിഫോം ട്രാവലിംഗ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം അലോങ് എ സർക്കുലർ പാത്ത്. രണ്ട്, ഇറ്റ് സ്പീഡ് വിൽ ബി എ കോൺസ്റ്റന്റ്. തേർഡ് വൺ, ഇറ്റ്സ് സിൻസ് ദ ഡയറക്ഷൻ ഗോസ് ഓൺ ചേഞ്ചിങ്, അതിനെന്തുണ്ടാവും? ഇറ്റ് ഹാസ് എ വേരിയബിൾ വെലോസിറ്റി. സിൻസ് ഇറ്റ് ഹാസ് എ വേരിയബിൾ വെലോസിറ്റി, ആ മോഷൻ എന്തോ ആയിരിക്കും? ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷനും യൂണിഫോം ലീനിയർ മോഷനും, ലീനിയർ മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, അവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു തന്നെ യൂണിഫോം സർക്കുലർ മോഷന് സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, യൂണിഫോം ലീനിയർ മോഷനും സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഒറ്റ വ്യത്യാസം ഇവിടെ വരുന്നത് എന്തോന്ന്? യൂണിഫോം സർക്കുലർ മോഷന് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. ഓരോ സമയത്തും അതിന്റെ ഡയറക്ഷൻ വ്യത്യാസമാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് അതിന്റെ വെലോസിറ്റി ഇസ് ഡിഫറെന്റ് ഓർ വേരിയബിൾ ഓർ നോൺ യൂണിഫോം. whereas linear motion, uniform linear motionൽ velocity is constant. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് സർക്കുലർ മോഷനിൽ എന്തുണ്ടാകും? ആക്സിലറേഷൻ ഉണ്ടാകും. സോ ആ ടൈപ്പ് മോഷനെ നമ്മൾ എന്തോ പറയും? ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയും. അണ്ടർസ്റ്റുഡ്? ഇവിടെ ലീനിയർ മോഷനിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതേ ഇല്ല. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ഡിഫറൻസ് വരുന്നില്ല. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകണം. ഇവിടെ വെലോസിറ്റിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമോ? ചേഞ്ച് ഇല്ല. സോ ദാറ്റ് ആ മോഷൻ, യൂണിഫോം ലീനിയർ മോഷൻ, ഇസ് ആൻ അൺആക്സിലറേറ്റഡ് motion. Let's consider an example, that is whirling of a stone tied to a string. അപ്പോൾ ഈ സ്റ്റോൺ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ആ സ്റ്റോണിന് നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം, അല്ലേ? ആ ഫോഴ്സ് കൊടുക്കുക മാത്രമല്ല, ആ ഫോഴ്സ് മൂലം ആ ബോഡിക്ക് ഒരു ആക്സിലറേഷനും ഉണ്ടാകുന്നുണ്ട്. ഇത് എല്ലാം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൊടുക്കുന്നതും ഈ ഫോഴ്സ് കൊടുക്കുന്നത് സ്റ്റോണിൽ എത്തുന്നതും ത്രൂ ദ സ്ട്രിങ്, and acceleration produced from the center, and the acceleration is also acting through the string. The acceleration experienced by an object, ഏത് ബോഡി, in a circular motion along the radius towards the center of the circle, അതിനെ നമ്മൾ എന്താ പറയും? ഒരു പേരിൽ അറിയപ്പെടും, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. Centripetal acceleration എന്തുവാ? The acceleration experienced by the object moving in a circular path along that radius acting towards the center of the circle is called centripetal acceleration. ആ centripetal acceleration ഉണ്ടാക്കാൻ കൊടുത്ത force, the force that creates the centripetal acceleration is called എന്താണ്? Centripetal
ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സും സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിപെറ്റൽ ആക്സിലറേഷനും രണ്ടും എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സർക്കുലർ പാത്ത്. താങ്ക് യു ചിൽഡ്രൻ. അപ്പം ഈ സ്ലൈഡ് ഒക്കെ നോക്കിയിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക. പരീക്ഷയ്ക്ക് മുമ്പ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക. കമൻസ് അനുസരിച്ച് അടുത്ത സ്ലൈഡ് ഇടുന്നതായിരിക്കും. ഓക്കെ.